ഓക്കെ, മെട്രിക്സ് എത്തിച്ചേ. A is equal to matrix 2 5 3 1 0 minus 7. ഈ 2 5 3 1 0 minus 7 ആർ കോൾഡ് എന്തുവാണ്? മെട്രിക്സിനകത്ത് എലമെന്റ്സ് ഓർ എൻട്രീസ് എന്ന് പറയത്തില്ലേ, അല്ലെ മെമ്പേഴ്സ് എന്ന് പറയും. അതിനകത്ത് ഈ ഓരോ എലമെന്റ്സിനും ഓരോ ലൊക്കേഷനുണ്ട്. ഏതൊക്കെ ലൊക്കേഷനാ? ഈ 2 ലൊക്കേഷനുണ്ട്, 5-നുണ്ട്, 3-ക്കുണ്ട്, 1. എങ്ങനെ ലൊക്കേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്? അത് ഏത് റോ ഏത് കോളത്തിൽ കിടക്കുന്നുള്ളത്. ഇപ്പോൾ 2 എന്നുള്ളത് ഏത് റോ ഏത് കോളം? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ ഏത് ലൊക്കേഷൻ വരും? A11 വരും. 5 എന്നുള്ളത് ഏത് ലൊക്കേഷനാണ്? എഗെയിൻ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അപ്പോൾ A12 എന്ന് പറയും. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതേ ഉള്ളൂ. ദെൻ ഇത് A21 എന്ന് പറയും. എന്താണ് A21 എന്ന് പറയുന്നത്? ഏത് റോ ഏത് കോളം? സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. 1 ലൊക്കേഷൻ A22 സെക്കൻഡ് റോ സെക്കൻഡ് കോളം. 0 ലൊക്കേഷൻ A31 ഇത് A32. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്തുമായിരിക്കും? എത്ര റോ എത്ര കോളം? ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് വരുന്ന ലാസ്റ്റ് എലമെന്റിന്റെ ലൊക്കേഷനും സെയിം ആയിരിക്കും. അപ്പോൾ എന്തോ ആൻസർ എത്ര ആയിരിക്കും? 3/2 ആയിരിക്കും ഓർഡർ. ഇത്ര ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പം അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു M/N മെട്രിക്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ജനറൽ മെത്തേഡ്. ഇതിപ്പോൾ നമ്മൾ ഓരോ എക്സാമ്പിൾ അല്ലേ പറയുന്നത്. ഒരു പർട്ടിക്കുലർ എന്ത് പറയണ ഒരു ഓർഡർ പറഞ്ഞിട്ട് പറയാണ്. ജനറലായിട്ട് നമ്മൾ M/N മെട്രിക്സ് പറയും. അപ്പോൾ നിങ്ങൾ ആരും ചോദിക്കും, ഒരു ജനറലായിട്ട് ഒരു M/N മെട്രിക്സിനെ എങ്ങനെ റെപ്രസെന്റ് ചോദിക്കും? ഒന്നുമില്ല, M റോസും N കോളംസും കാണും, അത്രയേ ഉള്ളൂ. അത് നമുക്ക് 2 റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കേ, M/N എന്ന് പറയുമ്പോൾ M റോസും N കോളംസും കാണും. വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു മെട്രിക്സിനെ ജനറലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇതൊരു സ്പെഷ്യൽ കേസ് പറയും. 3/2 2/2 അത് സ്പെഷ്യൽ കേസാണ്. എമ്മിനും Nനും വാല്യൂ കൊടുക്കുന്നതാണ്. ഇങ്ങനെ റെപ്രസെന്റ് ശ്രദ്ധിച്ചോണേ. മെട്രിക്സ് A11 A12 A13 എക്സെട്ര അതൊക്കെ ഫസ്റ്റ് റോ മാറുന്നില്ല, കോളം മാറുന്നുണ്ട്. അപ്പോൾ എത്ര കോളമാണ്? N കോളമാണ്. അപ്പോൾ എന്തറിയോ? A1N എന്ന് വരും. ഒരു സംഭവമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ജസ്റ്റ് ആ റെപ്രസെൻറ്റേഷൻ മാത്രം പറയുന്നേ ഉള്ളൂ. M റോസും N കോളംസും ആണ്. അങ്ങനെ എനിക്ക് ജനറലായിട്ട് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ N കോളംസ് അല്ലേ? അപ്പോൾ റോ A11 A1 റോ എനിക്ക് റോ ഫസ്റ്റ് റോ തന്നെ A11 A12 A13 കോളം മാറുന്നുണ്ട്. എത്ര കോളം വരെ പോവും? N കോളം വരെ പോവും. എക്സെട്ര ഇട്ടിട്ടുണ്ടല്ലോ N കോളംസ്. ദെൻ അതിൻ്റെ താഴെ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. അടുത്ത എന്തുമായിരിക്കും? A21 A22 A23 എക്സെട്ര A2N. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത താഴെ റെപ്രസെന്റ് ചെയ്യാം. എത്ര കോളം വരെ എത്ര റോസ് വരെ പോവും? M റോസ് അല്ലേ, റോയാ മാറുന്നത്. അപ്പോൾ എന്തറിയോ? AM1 എന്ന് പറയുമ്പോൾ M റോസും ഫസ്റ്റ് കോളവും. അടുത്ത എന്തുമായിരിക്കും? AM2 AM3 എക്സെട്ര ലാസ്റ്റ് AMN. ദാറ്റ് ഈസ് ഈക്വൽ എന്തുവാണ്? M/N മെട്രിക്സ് എന്ന് പറയും. M റോസും N കോളംസും. M റോസും N കോളംസും. ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അതാണ് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാം. A is equal to മെട്രിക്സ് Aij M/N. ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഇതിനകത്ത് എല്ലാം ഉണ്ട്. എന്തൊക്കെയാണെന്നറിയാവോ? അതാണ്ട് ഇത് ഈ A എന്നുള്ളത് മെട്രിക്സിന്റെ പേര്. ഈ സ്മോൾ a എന്നുള്ളത് അതിനകത്ത് എലമെന്റ്സ്. Iയും J എന്തുവാണ്? അതിൻ്റെ ലൊക്കേഷൻ. M/N എന്തുവാണ്? അതിൻ്റെ ഓർഡർ. ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ റെഡ്യൂസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർത്ത് വെച്ചോണം, മറന്നു പോകരുത്. ഇത്രയേ ഉള്ളൂ. ഞാൻ ജനറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമുക്കൊരു പറയാം, മെട്രിക്സ് നമുക്കറിയാം അറേഞ്ച്മെന്റ് ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഓർഡർ ആണ്. ആ ഓർഡർ എന്ന് പറയുമ്പോൾ ജനറലായിട്ട് നമുക്കൊരു M/N മെട്രിക്സ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അതാ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒന്നുകിൽ M/N എന്ന് പറയുമ്പോൾ M റോസും N കോളംസും ആണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ അതെങ്ങനെ ഷോർട്ട് ഫോം ആയിട്ട് അതെല്ലാം ഉണ്ട്. എന്തൊക്കെയുണ്ട്? കണ്ട ഈ A എന്നുള്ളത് മെട്രിക്സിന്റെ പേര്. ഈ സ്മോൾ a എന്നുള്ളത് മെട്രിക്സിന്റെ എലമെന്റ്. Iയും Jയും അതിന്റെ ലൊക്കേഷൻ 1 1 1 2 പറയുന്നത്. M/N എന്തുവാണ്? അതിന്റെ ഓർഡർ. M റോസും N കോളംസ്. മനസ്സിലായോ? പറയാൻ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ദെൻ ഇനി ഞാൻ പറയാൻ പോകുന്ന ശ്രദ്ധിച്ചോണേ. അങ്ങനെ ആണെങ്കിൽ അവർ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ കണക്ക് ഓർമ്മയുണ്ടോ? ഒരു മെട്രിക്സിനകത്ത് 12 എലമെന്റ്സ് ഉണ്ടെങ്കിൽ
ഒരു മെട്രിക്സിനകത്ത് 12 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് ഏതൊക്കെ ഓർഡർ വരാം? ഓർമ്മയുണ്ടോ? 1/12 വരാം, 12/1 വരാം, അഗെയിൻ 2/6 വരാം, 6/2 വരാം, 3/4 വരാം, 4/3 വരാം. ഇത്രയും ഓർഡർ വരാം. These are the possible orders. അല്ലേ? എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണോ അത് എഴുതിയാൽ മതി. അതൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കും. നമ്പർ ഓഫ് എലമെന്റ്സ് തരും, എന്നിട്ട് അതിന് ഏതൊക്കെ ഓർഡർ വരാമെന്ന് ചെക്ക് ചെയ്യാൻ പറയും. അപ്പോൾ ഓർഡർ എഴുതിയാൽ മതി. 1 വെച്ച് ആരൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, 2 വെച്ച് വരാൻ ചാൻസ് ഉള്ളത്, 3 വെച്ച് വരാൻ വേറെ ചാൻസ് ഇല്ല. ഒരു മെട്രിക്സിനകത്ത് 11 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഏതൊക്കെ ഓർഡർ വരാം? 11ന്റെ പ്രത്യേകത എന്ത്? 11 എന്ത് നമ്പറാണ്? 11 പെട്ടെന്ന് നമുക്ക് ഓഡ് നമ്പർ എന്ന് പറയാം. ഓഡ് നമ്പർ അല്ല, പ്രൈം നമ്പറാണ്. ഓഡ് നമ്പറാണ്, അതോടൊപ്പം എന്താണ്? പ്രൈം നമ്പറാണ്. അപ്പോൾ ഏതാ ഫാക്ടേഴ്സ് വരാം? 1ഉം വരാം, 11ഉം വരാം. അപ്പോൾ ഓർഡർ ഒക്കെ അറിയാം, 1/11ഉം വരാം, 11/1ഉം വരാം. വേറെ ഓർഡർ വരത്തില്ല. എന്തുകൊണ്ട്? വേറെ ഫാക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അല്ലേ? അപ്പോൾ ഇതെല്ലാം പറഞ്ഞതാണ്. ഇനി ഇവിടെ നിന്ന് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കും, തിരിച്ചു ചോദിക്കും. എന്താ അറിയാമോ? നമുക്കൊരു മെട്രിക്സിന്റെ ഓർഡർ തരും, എന്നിട്ട് പറയും ആ മെട്രിക്സ് ഫോം ചെയ്യാൻ പറയും. അതിനകത്ത് എലമെന്റ്സിന്റെ പ്രത്യേകതയും തരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിനേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെട്രിക്സ് തരത്തില്ല, മെട്രിക്സ് ഫോം ചെയ്യാൻ പറയും, ദെൻ അതിനകത്തുള്ള ഓപ്പറേഷൻ ചെയ്യാൻ പറയും. ഓക്കെ, ശ്രദ്ധിച്ചേ. നോക്കിയോ, കൺസ്ട്രക്ട് എ 3/2 മെട്രിക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു 3/2 മെട്രിക്സ് ഉണ്ടാക്കണം. മെട്രിക്സിന്റെ പേര് എ എന്നാണ്. വെയർ Aij is equal to, Aij മീനിങ് അതിനകത്ത് എലമെന്റ്സ് ആണ്. Aij is equal to I+j എന്നാ പറയുന്നത്. I+j എന്ന് പറയുമ്പോൾ ഐയും ജെയും റോയും കോളവും ആവുമ്പോൾ ആ ലൊക്കേഷൻ എന്തോ അതുമായി കൂട്ടിയാൽ മതി. I+j ഇതാണ് റിലേഷൻ പറയുന്നത്. ഇത്രയാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഓർഡർ പറയും, അതിനകത്തുള്ള പ്രത്യേകത പറയും. ഇത് രണ്ടും വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മെട്രിക്സ് ഫോം ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എന്നറിയാവോ, ഈ ഓർഡറിൽ വരുന്ന ഒരു ഡമ്മി മെട്രിക്സ് ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? 3 റോയും 2 കോളവും. നമ്മൾ നേരത്തെ പറഞ്ഞാ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്ന പറ. എ ഇസ് ഈക്വൽ ടു, ഞാൻ പേര് എടുത്തു, അവർ പേര് പറയുന്നുണ്ട്, എ എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ എലമെന്റ് ആരാ? ജനറലായിട്ട് പറ. ഡമ്മി മെട്രിക്സ് ആണ്, എലമെന്റ്സ് നമുക്ക് അറിഞ്ഞുകൂടാ, അതിന് ഫോം ചെയ്യണം. അപ്പൊ ആദ്യത്തെ ലൊക്കേഷൻ ആരാ? A11 A11 ആണ്ടേ. ഓക്കെ, A11 ആദ്യത്തെ ലൊക്കേഷൻ. അടുത്ത ആരും ഒന്ന് പറയാവോ? എത്ര കോളാ പോകണ്ടെന്നേ? 2 കോളേ പോകാവോ? അപ്പൊ A11 വരും, A12 വരും, A13 വരുവോ? ഇല്ല, മാക്സിമം കോളമായി. സെക്കൻഡ് കോളാണ് കേട്ടോ. ദെൻ അടുത്ത താഴെ എഴുതുക A21 A22 കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാ? 3 റോയാ വരേണ്ടത്. എഗെയിൻ A31 എന്ത് വരും? A31 എന്ത് വരും? A32 കേട്ടോ. ലാസ്റ്റ് എലമെന്റ് ഓർഡർ ഉണ്ട് A32. അപ്പോൾ ഓർഡർ എത്ര വരും? 3/2 വരും കേട്ടോ. അപ്പോൾ ഇതാണ് ഡമ്മി മെട്രിക്സ്. ഇത് നമ്മൾ ആദ്യം എഴുതാൻ പഠിക്കണം. മനസ്സിലായില്ലയോ? അപ്പോൾ നോക്കുന്നവരെ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചേ. ഒരു 3/2 മെട്രിക്സ് ശ്രദ്ധിച്ചിരിക്കണേ. ഒരു 3/2 മെട്രിക്സ് ഫോം ചെയ്യണം. അതിനകത്ത് എലമെന്റ്സിന്റെ പ്രത്യേകത ഇതാണ്. ഇത് രണ്ടും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു മെട്രിക്സ് ഫോം ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഓർഡറിൽ വരുന്ന ഒരു ഡമ്മി മെട്രിക്സ് പ്രൊഡ്യൂസ് ചെയ്യണം, ജനറേറ്റ് ചെയ്യണം. എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾ നോക്കിയാൽ മതി. 3 റോയും 2 കോളവും. അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് A11, ദെൻ A12. അപ്പോൾ നിങ്ങൾ നോക്ക്, കോളം 2 ആയി. ഇവിടെ കോളം 2 ആണ്, ഇനി അങ്ങോട്ട് വരത്തില്ല. ദെൻ താഴെ എഴുതിയാൽ മതി. അപ്പോൾ എന്ത് വരും? A21 A22 A31 A32. ലാസ്റ്റ് എലമെന്റിന്റെ ലൊക്കേഷനും ഓർഡറും സെയിം ആയിരിക്കും. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഡമ്മി മെട്രിക്സ് ആയി. ഇനി എന്ത് വേണം? ഇതിനകത്തുള്ള ഓരോ എലമെന്റ്സും ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ കംപ്ലീറ്റ് ആവും. എങ്ങനെ പിടിക്കാൻ പറ്റും? അതിനു വേണ്ടിയാണ് അവർ വന്നത്. Aij എന്ന് പറയുമ്പോൾ I+j അല്ലേ? അതെപ്പോഴാ? ഐയും ജെയും ആകുമ്പോഴാ. അങ്ങനെ ആണെങ്കിൽ A11 ആവുമ്പോൾ എന്ത് വരും എന്ന് പറയാമോ? A11 ആവുമ്പോൾ here it is I is equal to 1. I is equal to 1, j is equal to 1, I+j അല്ലേ? അപ്പോൾ എന്ത് വരും? 1 + 1 is equal to 2. അപ്പോൾ ആദ്യത്തെ എലമെന്റ് കിട്ടും. അടുത്ത പറയാവോ? A12 എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ മാറി. I1 J2. അപ്പോൾ എന്ത് വരും? 1 + 2 is equal to again 3. ഞാൻ എന്തുകൊണ്ട് ആഡ് ചെയ്യുന്നേ? എന്തിന് ബേസ് ചെയ്ത് ഞങ്ങൾ ആഡ് ചെയ്യുന്നേ? എന്തിനു ബേസ് ചെയ്താൽ? അതാണ്ട് അവർ പറയുന്നുണ്ട് റിലേഷൻ എന്തുവാ? Aij എന്ന് പറയുമ്പോൾ I+j ആണ്. അതുകൊണ്ട് മാത്രമായിട്ട് A11 വരുമ്പോൾ 1 + 1 വരും, A12 വരുമ്പോൾ 1 + 2 വരും, എഗെയിൻ
A21 വരുമ്പോൾ എന്ത് വരും അറിയാവോ? 2+1 എന്ത് അഗെയിൻ എന്ത് വരും? 3 വരും. അങ്ങനെ നമ്മൾ ഓരോ എലമെൻസും കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ എങ്ങനെ എഴുതും? A = മെട്രിക്സ് ഇവിടെ 2 വരും, ഇവിടെ 3 വരും, ഇവിടെ അഗെയിൻ 3 വരും, 4 വരും, 4 വരും, 5 വരും. ഇങ്ങനെ എഴുതും. ഓർഡർ 3/2 ഉണ്ടോ? ഇങ്ങനെ മെട്രിക്സ് ഫോം ചെയ്യണം. എക്സാമിന് ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ അറിയാമല്ലോ, A പാർട്ട്, B പാർട്ട്, C പാർട്ട് 3 കാണും. അതിനകത്ത് A പാർട്ട് ഇതായിരിക്കും, മെട്രിക്സ് ഫോം ചെയ്യാൻ പറയും. ദെൻ ബിയും സി എന്തുമായിരിക്കും? അതോട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് ആയിരിക്കും. അങ്ങനെ മെട്രിക്സ് ഫോം ചെയ്യാൻ പഠിക്കണം. ഇവിടെ ചേഞ്ച് വരുന്നത് രണ്ടും ചേഞ്ച് ആവും. ഓർഡറും ചേഞ്ച് ആവും, ദെൻ ആരും ചേഞ്ച് ആവും? ഈ തന്നിരിക്കുന്ന റിലേഷനും ചേഞ്ച് ആവും. അതനുസരിച്ച് നമ്മൾ മെട്രിക്സ് ഫോം ചെയ്യണം. അപ്പോൾ ഞാൻ 2 ക്വസ്റ്റ്യൻ പറഞ്ഞു ഈ ഭാഗത്ത് നിന്ന്. ഒന്ന്, മെട്രിക്സിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് തരും. നമ്മൾ അവിടെ നിന്ന് കണ്ടുപിടിക്കണം, അതിന് ഏതൊക്കെ ഓർഡർ വരാമെന്ന് കണ്ടുപിടിക്കണം. 1. 2, നമുക്ക് ഓർഡർ തരും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മെട്രിക്സ് ഫോം ചെയ്യണം. അവർ തന്നിരിക്കുന്ന റിലേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് എലമെൻറ്റ്സ് കണ്ടുപിടിക്കണം. റിലേഷൻ വിത്ത് IJ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ വളരെ സിമ്പിൾ ആയതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നിങ്ങളടുത്ത് ഉദാഹരണമായിട്ട് ഇങ്ങനെ പറയും, AIJ = മോഡുലസ് ഓഫ് I-3J ഉണ്ടോ? ഇങ്ങനെയൊക്കെ തരും. മോഡുലസ് ഓഫ് I-3J എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴേ ആലോചിച്ച് വേണം, ഇതിനകത്ത് ഒരു എലമെൻറ്റ്സ് പോലും നെഗറ്റീവ് വരത്തില്ല. എന്തോരം നെഗറ്റീവ് വരത്തില്ല? ഓൾറെഡി എന്ത് കിടപ്പുണ്ട്? മോഡുലസ്. ചില സമയം നമ്മളത് മറന്നുപോകും, നെഗറ്റീവ് എഴുതി വെക്കും. ഞാൻ പറഞ്ഞാൽ ഒരുപാട് സിമ്പിളാകുമ്പോൾ തെറ്റാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. വളരെ സിമ്പിളാണ്. ഓർഡർ മാറ്റി മാറ്റി തരും. അപ്പോൾ നമുക്ക് ആ ഓർഡർ നമുക്ക് പറയാം. എനിക്ക് ക്വസ്റ്റ്യൻ പറയാം. കൺസ്ട്രക്ട് എ 3/4 മെട്രിക്സ്. ഒരു 3/4 മെട്രിക്സ് ഉണ്ടാകണം. 3/4 മെട്രിക്സ് ഫോം ചെയ്ത് പറയാം. 3/4 റിലേഷൻ എന്തായിക്കോട്ടെ, അത് പ്രശ്നമല്ല. നമുക്ക് ഇത് ഫോം ചെയ്യാൻ പഠിക്കണം. എങ്ങനെ 3/4 മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റും? സ്റ്റാർട്ടിങ് വിത്ത് A11 ആണല്ലോ. സ്റ്റാർട്ടിങ് വിത്ത് A11. ഇനി മൂവ് ചെയ്യണം. ദാണ്ടേ ഞാൻ ഒരു പേരെ കൊടുത്തു, A = A11 കൊടുത്തു. അടുത്തേ A12. ഇനി കോളം നോക്കിയാൽ മതി. കോളം എവിടെ വരെ പോകണം? അപ്പൊ A11, A12, A13, A1 ഉണ്ടാ അവിടെ അവസാനിക്കും. ഇനി എളുപ്പമാ, ഇതിന്റെ താഴോട്ട് റെപ്രസെന്റ് ചെയ്താൽ മതി. അപ്പൊ അടുത്ത് എന്ത് വരും? A21, A22, A23, A24. കഴിഞ്ഞില്ല, 24 ആയതേ ഉള്ളൂ. ഓർഡർ 3/4 ആ. അപ്പൊ എത്ര റോസ് വേണം? 3 റോസ് വേണം. അപ്പൊ അഗെയിൻ A31, A32, A33, A34 ഉണ്ടോ? ലാസ്റ്റ് എലമെന്റ് കണ്ടോ? ലാസ്റ്റ് എലമെന്റ് ലൊക്കേഷനും ഓർഡർ എന്തുമായിരിക്കും? സെയിം ആയിരിക്കും. 3/4 വരും. ഇങ്ങനെയാണ് മെട്രിക്സ് ഫോം ചെയ്യുന്നത്. ഓർത്ത് വെച്ചു. അത് ഇതിനകത്തൊരു ബുദ്ധിമുട്ടത് മാത്രമേ ഉള്ളൂ. ബുദ്ധിമുട്ടൊന്നുമല്ല, ശ്രദ്ധിക്കേണ്ട കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇപ്പോൾ പഠിച്ച ക്വസ്റ്റ്യൻ അറിയാം. 2 ക്വസ്റ്റ്യൻ പറഞ്ഞു. രണ്ടാമത് ഇതാണ്, ഓർഡർ തരും, മെട്രിക്സ് ഫോം ചെയ്യണം, ഈ റിലേഷൻ മാറ്റി മാറ്റി തരും. ഓക്കെ, ദെൻ ഓരോ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ പറയണേ. ഒരു ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ, പറഞ്ഞുതരാം. ക്വസ്റ്റ്യനകത്ത് നോക്കിക്കോ. A = ഒരു മെട്രിക്സ് ആണ്. A = മെട്രിക്സ് 3 -1 4 2 5 6. ഇതാണ് മെട്രിക്സ്. ഓക്കെ, എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? ഈ മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ? ആ മെട്രിക്സിന് എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട് ചെക്ക് ചെയ്യുക. വേറെ ഒന്നും ചെക്ക് ചെയ്യണ്ട. എത്ര റോസ് ഉണ്ട്, എത്ര വരിയുണ്ട്, എത്ര നിരയുണ്ട് ചെക്ക് ചെയ്താൽ മതി. എത്ര റോസ് ഉണ്ട്? ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതിനകത്ത് ആരാണ് A22? ഇതിനകത്ത് ആരാണ് A22? സെക്കൻഡ് റോ, സെക്കൻഡ് കോളത്തിൽ വരുന്ന എലമെന്റ് ആരാണ്? അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. ലൊക്കേഷൻ ക്രിയേറ്റ് ആരാണ്? A22. സെക്കൻഡ് റോ, സെക്കൻഡ് കോളം. സെക്കൻഡ് റോ ഇതാണ്, സെക്കൻഡ് കോളം ഇതാണ്. അപ്പൊ ആരെ ഒരു ആൻസർ? 5 വരും. therefore ആൻസർ എത്ര ആയിരിക്കും? 5. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിനകത്ത് ആരാണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഇതിനകത്ത് ആരാണ് A13? ആരാണ്? ആൻസർ 4 ആണ്. കേട്ടോ, ഇതാണ് ആദ്യത്തെ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്ന ക്വസ്റ്റ്യൻ. ആദ്യത്തെ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. മെട്രിക്സ് തന്നിട്ട് അതിന്റെ ഓർഡർ ചോദിക്കും. ദെൻ അതിനകത്ത് എലമെന്റ്സിന് ലൊക്കേഷൻ ചോദിക്കും. എഴുതാൻ അറിയാമല്ലോ, എഴുതാൻ അറിയാം. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം, ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് മെട്രിക്സിന്റെ ഓർഡർ തരും, അവിടെ നിന്ന് മെട്രിക്സ് ഫോം ചെയ്യണം. ഓക്കെ, ഇനി വേറെ പ്രത്യേകത മെട്രിക്സിന് ഇക്വാളിറ്റി ഓഫ് ടു മെട്രിക്സസ്, അങ്ങനെ ഒരു പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇക്വാളിറ്റി ഓഫ് ടു മെട്രിക്സസ് വേറൊന്നുമല്ല, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ, ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. ദെൻ അങ്ങനെ രണ്ട് മെട്രിക്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത അതിൻ്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ചാൻസ് വളരെ കുറവാണെങ്കിലും ഓർത്ത് വെച്ചേക്കുക, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ ആ മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. അങ്ങനെ രണ്ട് മെട്രിക്സ് ഈക്വൽ ആക്കി എഴുതണമെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. ഞാൻ ഒരു ഉദാഹരണം പറയാം, നിങ്ങൾ നോക്കിക്കോ. മെട്രിക്സ് എക്സ് വൈ എ ബി ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 3 4 എന്ന് എഴുതിയാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്കൊക്കെ സിമ്പിൾ ഉണ്ട്, ഈക്വൽ ആണ്. ഈക്വൽ എന്ന് പറയാൻ അർത്ഥം എന്തോ, അപ്പുറം ഇപ്പുറം ഉള്ള എല്ലാം എന്തുവാണ്, ഈക്വൽ ആണ്, കണ്ടീഷൻ ബാലൻസ്ഡ് ആണ്. അങ്ങനെ പറയുമ്പോൾ അവർ പറയുന്നറിയോ, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് എക്സ് എത്ര എന്ന് പറയാവോ, 3 ആയിരിക്കും, ബി എന്നുള്ളത് 4 ആയിരിക്കും. ഇതൊരു പ്രത്യേകതയാണ്. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ ആ മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്തുമായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇത്രയും സിമ്പിൾ തരത്തൊന്നും ഇല്ലാതെ ഇങ്ങനെ തരും. എക്സ് പ്ലസ് 1, ഇവിടെ y മൈനസ് 2, ഇവിടെ എന്തുവാ a/2 ഇങ്ങനെ തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക, അവിടെ നിന്ന് ആരെ കിട്ടും, എക്സ് കിട്ടും. y മൈനസ് 2 ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കുക, അവിടെ നിന്ന് ആരെ കിട്ടും, y കിട്ടും. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ 3 രീതിയിലാണ് ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് ഇപ്പോൾ ആദ്യ സ്റ്റെപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒന്ന്, നമ്പർ ഓഫ് എലമെന്റ്സ് എന്നിട്ട് ഓർഡർ എഴുതാൻ പറയും. 2, ഓർഡർ എന്നിട്ട് മെട്രിക്സ് ഫോം ചെയ്യാൻ പറയാം. 3, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് മെട്രിക്സിനകത്ത് വരുന്ന എലമെന്റ്സ് കണ്ടുപിടിക്കാൻ പറയും. എങ്ങനെ പ്രത്യേകത, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്തുമായിരിക്കും, ഈക്വൽ ആയിരിക്കും. അവ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് എന്തുവാണ്, ആരെ പ്രത്യേകത, മെട്രിക്സിന്റെ ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. മെട്രിക്സ് ഈസ് ആൻ അറേഞ്ച്മെന്റ്. അറേഞ്ച്മെന്റ് നമ്പേഴ്സ് വരാം, ഫങ്ഷൻസ് വരാം, ക്യാരക്ടേഴ്സ് വരാം, ലെറ്റേഴ്സ് വരാം, എന്തും വരാം. എങ്ങനെ അറേഞ്ച് ചെയ്യും, ഇൻ റോസ് ആൻഡ് കോളംസ് എൻക്ലോസ്ഡ് ഇൻ ബ്രാക്കറ്റ്സ്. ആ മെട്രിക്സിന്റെ സ്പെസിഫിക്കേഷൻ അതിന്റെ ഓർഡർ ആണ്. അതിനകത്ത് നമ്പർ ഓഫ് റോസ് പറയും, നമ്പർ ഓഫ് കോളംസ് പറയും. മെട്രിക്സിന്റെ ഓർഡർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക്കേഷൻ. സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഓർഡർ പറയും. ദെൻ ഞാൻ ഇവിടെ ചോദിക്കുന്ന 3 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നു. ഒന്നുകൂടെ പറയാണ്. ഒന്ന്, മെട്രിക്സിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്നിട്ട് ഓർഡർ എഴുതാൻ പറയും. 2, ഓർഡർ എന്നിട്ട് മെട്രിക്സ് ഫോം ചെയ്യാൻ പറയും. 3, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് കണ്ടുപിടിക്കാൻ പറയും. അവിടെ സ്റ്റോപ്പ് ചെയ്യുമോ? മെട്രിക്സിന്റെ ബേസിക് കാര്യങ്ങൾ കഴിഞ്ഞു. ഇതാണ് മെട്രിക്സ് ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്ക് കോമയും കുത്തൊന്നും ഇടരുത് മെട്രിക്സിൻ്റെ ഒക്കെ. ഓക്കെ, ദെൻ അടുത്ത പറയാൻ അറിയാമോ, മെട്രിക്സിന്റെ ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ്. ടൈപ്സ് ഓഫ് മെട്രിക്സസ് എന്ന് പറയുമ്പോൾ അടുത്ത സെക്ഷൻ ആണ്. അതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ മെട്രിക്സ് കാണുമ്പോൾ തിരിച്ചറിയണം, അത്രയേ ഉള്ളൂ. ഇതാണ് ഒന്നാമത്തെ മെട്രിക്സ്. ഇതാണെന്ന് അറിയാവോ, സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് ആദ്യത്തെ മെട്രിക്സിന്റെ പേര് എന്തുവാ? പ്രത്യേക സീറോ മെട്രിക്സിനെ പറ്റി പറയാം എന്തുവെന്ന്. അതിനകത്തുള്ള എലമെന്റ്സ് എല്ലാം എന്തുമായിരിക്കും, സീറോ ആയിരിക്കും. അല്ലെങ്കിൽ എലമെന്റ്സ് എല്ലാം സീറോ ആവുന്ന മെട്രിക്സ് ഏതാണ്, ദാറ്റ് ഈസ് കോൾഡ് എന്തുവാണ്, സീറോ മെട്രിക്സ്. ഉദാഹരണം ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 0 0 0 0 എന്ന് പറയുന്നു. ഇതൊരു സീറോ മെട്രിക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തുവാണ്, കൺക്ലൂഡ് 0 എന്ന് എഴുതാം. അല്ലെങ്കിൽ വേറെ മെട്രിക്സ് ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 0 0 0 0 0 0. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തുവാണ്, അഗെയിൻ 0. ദാറ്റ് ഈസ് കോൾഡ് എന്ത് മെട്രിക്സ്, സീറോ മെട്രിക്സ്. പേര് പോലെ തന്നെ ഞാൻ ജസ്റ്റ് ഓർത്ത് വെച്ച് കാണുമ്പോൾ തിരിച്ചറിയുക. എ ഈസ് ഈക്വൽ ടു 0 0 0 എന്ന് പറയുമ്പോൾ പിന്നെ വേറെ റെപ്രസെന്റേഷൻ ആൻസർ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇത്ര റെപ്രസെന്റ് ചെയ്താൽ മതി. അതാണ് സീറോ മെട്രിക്സ്. ഒന്നാമത്തെ മെട്രിക്സ് ആണ് സീറോ മെട്രിക്സ്. ഞങ്ങൾ മാറ്റി എഴുതാം, ശ്രദ്ധിച്ചോണേ. ഒന്നാമത്തെ മെട്രിക്സ് ഞാൻ എഴുതി, സീറോ മെട്രിക്സ് എഴുതി. രണ്ടാമത്തെ മെട്രിക്സിന്റെ പേരെന്നറിയാവോ, റോ മെട്രിക്സ്. റോ മെട്രിക്സ് എന്ന് പറയും. ഒരു പ്രത്യേകത, ആ പേര് കണ്ട, റോ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ആ മെട്രിക്സ് ഒരു റോ പോലെ റെപ്രസെന്റ് ചെയ്യാം. റോ പോലെ ഇരിക്കും. ഒരു വരി എങ്ങനെ എഴുതുന്നത് അതുപോലെ ഇരിക്കും. അങ്ങനെ ഒരു വരിയിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്തുമായിരിക്കും, ഒരു റോയെ കാണത്തുള്ളൂ. 1 row and any number of columns. That is called a row matrix. ഓർത്തു വെച്ചോണം, a matrix in which contains 1 row
and any number of columns. That is called എന്ത് മെട്രിക്സാ? റോ മെട്രിക്സ്. റോ പോലെ കാണപ്പെടും. ഞാൻ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. A is equal to മെട്രിക്സ് 1 2 3 4 ഉണ്ടോ? ലൈക്ക് എ റോ. ദെൻ ഓർഡർ പറ. ഇതിൽ ഓർഡർ എന്ന് പറയുമ്പോൾ ഒറ്റ റോയേ ഉള്ളൂ. എത്ര കോളം ഉണ്ട്? 4 കോളം. ആൻസർ 1/4 ഉണ്ടോ? വേറെ മെട്രിക്സ് ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ ബി സി, റോ മെട്രിക്സ് ഓർഡർ 1/3. വേറെ മെട്രിക്സ് സി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2 5, ഓർഡർ 1/2 ഉണ്ടോ? പ്രത്യേകത എന്തറിയാവോ? ഒരു മെട്രിക്സ് റോ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഓർഡർ എപ്പോഴും അതിൻ്റെ നമ്പർ ഓഫ് റോസ് എത്ര ആയിരിക്കണം? എപ്പോഴും 1 ആയിരിക്കണം. അത് മാത്രം ഓർത്തുവെച്ചാൽ മതി. അങ്ങനെ ആണെങ്കിൽ ജനറലായിട്ട് ഒരു m/n മെട്രിക്സ് റോ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഓർഡർ എന്തുമായിരിക്കും? എപ്പോഴും ഓർത്ത് വെച്ചേക്കുക, ഓർഡർ എപ്പോഴും 1/n ആയിരിക്കും. 1/n. എന്തുകൊണ്ട് 1/n എന്ന് പറയുന്നു? റോസ് എപ്പോഴും എത്രയാവും? 1. എനി നമ്പർ ഓഫ് കോളംസ്. അതാണ് എന്ത് മെട്രിക്സ്? റോ മെട്രിക്സ്. ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് റോ മെട്രിക്സ്? ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 റോ, എനി നമ്പർ ഓഫ് കോളംസ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും തേർഡ് മെട്രിക്സ് എന്തെന്ന് പറയാവോ? എന്തായിരിക്കും തേർഡ് മെട്രിക്സ്? സെക്കൻഡ് മെട്രിക്സ് റോ ആണെങ്കിൽ തേർഡ് മെട്രിക്സ് എന്തുമായിരിക്കും? ദാറ്റ് ഈസ് കോൾഡ് കോളം മെട്രിക്സ്. പ്രത്യേകം എന്തുമായിരിക്കും? ആ മെട്രിക്സിന് ഒരു കോളവും എനി നമ്പർ ഓഫ് റോസും ആയിരിക്കും. ഒരു കോളവും എനി നമ്പർ ഓഫ് റോസും ആയിരിക്കും. തീർച്ചയായിട്ടും അതിൻ്റെ ഓർഡർ എന്തുമായിരിക്കും? ഒരു m/n മെട്രിക്സ് കോളം മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ ഇത് റോ ടു 1 അല്ല, m/1 ഇൻറ്റു പറയല്ലേ, ബൈ ആണ്, ബൈ m/1 എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത്രയായി. അപ്പോൾ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ട എക്സാമ്പിൾ നോക്കിക്കോ. അതാണ്ട് എ ഈസ് ഈക്വൽ ടു എങ്ങനെയിരിക്കും? മെട്രിക്സ് 1 2 3 4 ഉണ്ടോ? ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് എക്സ് വൈ ഇസഡ് ഇങ്ങോട്ടോ. Z is equal to matrix -2 0 ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഓർഡർ എത്ര? 4/1. ഇതിൻ്റെ ഓർഡർ 3/1. ഇതിൻ്റെ ഓർഡർ 2/1. പ്രത്യേകത ആ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസ് എല്ലാം 1 ആണ്, എനി നമ്പർ ഓഫ് റോസ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് കോളം മെട്രിക്സ്. 3 മെട്രിക്സ് പഠിച്ചു, ഓർത്ത് വെച്ച് വയ്ക്കുക. സീറോ മെട്രിക്സ് ഓൾ എലമെൻറ്റ്സ് ആർ 0. റോ മെട്രിക്സ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 റോ. കോളം മെട്രിക്സ് ഇറ്റ് കണ്ടെയ്ൻസ് 1 കോളം. ഷോർട്ട് ഫോം പഠിച്ചാൽ മതി. ഓൺലി 1 റോ, ദാറ്റ് ഈസ് കോൾഡ് റോ മെട്രിക്സ്. 1 കോളം, കോളം മെട്രിക്സ്. ഓൾ എലമെൻറ്റ്സ് ആർ 0, സീറോ മെട്രിക്സ്. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് അത് എന്തുവാണെന്നുള്ള തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രാധാന്യം ഇല്ലെങ്കിൽ തന്നെ നോക്കിയോ. ജസ്റ്റ് 4ാമത്തെ മെട്രിക്സ് ശ്രദ്ധിക്കുക. മെട്രിക്സിൻ്റെ പേര് റെക്ടാങ്കുലർ മെട്രിക്സ്. റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. റെക്ടാങ്കുലർ എന്ന് പറയുമ്പോൾ റെക്ടാങ്കിളിന് ഷേപ്പ് ആയിരിക്കും, നീളവും വീതിയും വ്യത്യാസമായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ മെട്രിക്സ് പറയുമ്പോൾ നീളം വീതിയൊക്കെ ആരും ഉദ്ദേശിക്കുന്നേ? അതിൻ്റെ നമ്പർ ഓഫ് റോസും കോളംസും ആണ്. തീർച്ചയായിട്ടും അവർ പറയുന്നത് എങ്ങനെയാണ്? ഒരു മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണെങ്കിൽ, m നോട്ട് ഈക്വൽ ടു n ആണെങ്കിൽ, ദാറ്റ് ഈസ് കോൾഡ് റെക്ടാങ്കുലർ മെട്രിക്സ്. അപ്പോൾ റെക്ടാങ്കിൾ ഷേപ്പ് സെയിം അല്ല. സെയിം ആണെങ്കിൽ m ഈക്വൽ ടു n വരും. അതിന് വേറെ പേരുണ്ട്, നമുക്കറിയാം. എല്ലാ സൈഡും സെയിം ആവുന്ന ഏത് ഷേപ്പാ? സ്ക്വയർ മെട്രിക്സ്. അതാണ് നമ്മൾ അടുത്ത പഠിക്കും. ദാറ്റ് ഈസ് കോൾഡ്, ഇതെന്താ വിളിക്കുന്നത്? റെക്ടാങ്കുലർ മെട്രിക്സ് അല്ലേ? ഒരു മെട്രിക്സിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഓർഡറാണ്. ആ ഓർഡർ രണ്ടും വ്യത്യാസമാണെങ്കിൽ ഷേപ്പ് വ്യത്യാസമായിരിക്കും, നീളവും വീതിയും വ്യത്യാസമായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് എന്താണ്? റെക്ടാങ്കുലർ മെട്രിക്സ്. അതാണ്ടേ ഒരു 2/3 മെട്രിക്സ് ഉദാഹരണം. റെക്ടാങ്കുലർ മെട്രിക്സ് എന്തുകൊണ്ടാ? റോയും കോളം വ്യത്യാസമാണ്. 4/1 നമ്മളിപ്പോൾ പഠിച്ച റോ മെട്രിക്സും കോളം മെട്രിക്സും റെക്ടാങ്കിൾ ആണ്. എന്തുകൊണ്ടാ? ഓർഡർ വ്യത്യാസം വരും. അതാണ്ട് 4/3. അപ്പോൾ ഇതിനൊക്കെ ഈ മെട്രിക്സ് എഴുതിക്കുക എന്ത് ഷേപ്പ് ആയിരിക്കും? റെക്ടാങ്കിൾ ഷേപ്പ് ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് എന്ത് മെട്രിക്സാ? റെക്ടാങ്കുലർ മെട്രിക്സ്. ഓർത്ത് വെച്ചാൽ മതി. m നോട്ട് ഈക്വൽ ടു എന്തുമായിരിക്കും? n. ദാറ്റ് ഈസ് കോൾഡ് എന്തുവാണ്? റെക്ടാങ്കിൾ. നമ്പർ ഓഫ് റോസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. ആ മെട്രിക്സ് കാണും. ഇപ്പോൾ 2/3 മെട്രിക്സ് എഴുതാം നമുക്ക്. a ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 3 4 5 6 കണ്ടോ? എഴുതി കഴിഞ്ഞാൽ ഇതൊരു റെക്ടാങ്കിൾ ഷേപ്പ് ആയിരിക്കും.
അതല്ല ഇപ്പം 4/3 എഴുതിയാലും എന്തുവായിരിക്കും റെക്ടാംഗുലർ ഷേപ്പ് ആയിരിക്കും. ആ ഷേപ്പ് വെച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് എന്താണ് റെക്ടാംഗുലർ മെട്രിക്സ്. റെക്ടാംഗുലർ മെട്രിക്സ്. ദെൻ അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ അടുത്ത എന്തുമായിരിക്കും ഈക്വൽ ആയിട്ട് വന്നൂടെ. അപ്പോൾ എന്ത് മെട്രിക്സ് ആയിരിക്കും? അപ്പോൾ ഷേപ്പ് എന്തുമായിരിക്കും? എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കത്തില്ലേ? എല്ലാ സൈഡും ഈക്വൽ ആവുന്ന ഏതാ? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. ദാറ്റ് ഈസ് കോൾഡ് ഫിഫ്ത്ത് വൺ. അത് പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വെച്ചോണം. സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ വാട്ട് യു മീൻ ബൈ സ്ക്വയർ മെട്രിക്സ്? എം ഈക്വൽ ടു എൻ. ഇവിടെ എം നോട്ട് ഈക്വൽ ടു എൻ. കോളം മെട്രിക്സ് എന്തായിരിക്കും? m/1 എന്നായിരിക്കും. ഇത് 1/n എന്നായിരിക്കും. ഇത് എല്ലാ എലമെന്റും 0 ആയിരിക്കും അല്ലേ? അപ്പോൾ what do you mean by square matrix? A matrix is called a square matrix in which number of rows equal to number of columns. അപ്പോൾ ഏതൊക്കെ എക്സാമ്പിൾ? 1/1 പറയാം. 1/1 ഒരു മെട്രിക്സ് ആണ്. ഒരു റോയും ഒരു കോളം, ഒറ്റ എലമെന്റേ കാണത്തുള്ളൂ. അതിനകത്ത് വലിയ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ 2/2 ഉണ്ട്, 3/3 ഉണ്ട്. ഹയർ സെക്കൻഡറിയിൽ മാക്സിമം 3/3 ചോദിക്കത്തുള്ളൂ, 4/4 വരത്തില്ല. 4/3 ഒക്കെ വരാം. മാക്സിമം സ്ക്വയർ മെട്രിക്സ് ഏതായിരിക്കും? 3/3 ആയിരിക്കും. ഫോർത്ത് വെച്ചോണം. വാട്ട് യു മീൻ ബൈ സ്ക്വയർ മെട്രിക്സ്? നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. അതൊക്കെ എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2 5 -1 3 എന്ന് പറയുമ്പോൾ ഉണ്ടോ സ്ക്വയർ മെട്രിക്സാ, സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. റോസും കോളംസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. എന്തൊക്കെയാണ് പറയൂ? എന്തുവാണ് സീറോ മെട്രിക്സ്? എല്ലാ എലമെന്റും 0 ആയിരിക്കും. എന്തുവാ റോ മെട്രിക്സ്? ആ മെട്രിക്സിന് ഒരു റോയും എനി നമ്പർ ഓഫ് കോളംസും ആയിരിക്കും. വാട്ട് യു മീൻ ബൈ കോളം മെട്രിക്സ്? ആ മെട്രിക്സിന് ഒരു കോളവും എനി നമ്പർ ഓഫ് റോസും ആയിരിക്കും. എന്തുവാണ് റെക്ടാംഗുലർ മെട്രിക്സ്? നമ്പർ ഓഫ് റോസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും. എന്തുവാണ് സ്ക്വയർ മെട്രിക്സ്? നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും. ഇനി നിങ്ങൾ അടുത്ത ഒരു ചാപ്റ്റർ പഠിക്കാറുണ്ട്, എന്താണെന്നറിയാമോ? ഡിറ്റർമിനൻസ്. മെട്രിക്സിന്റെ ബാക്കിയാണ് ഡിറ്റർമിനൻസ് എന്ന് പറയും. അതിന്റെ പ്രത്യേകത, ഈ സ്ക്വയർ മെട്രിക്സിനുള്ളൊരു പ്രത്യേകതയാണ്. എന്തുവാണ് ഒരു ആപ്ലിക്കേഷൻ? എന്താണ് ഡിറ്റർമിനൻസ്? ഈ സ്ക്വയർ മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പഠിക്കേണ്ടത്. അപ്പോൾ ഈ സ്ക്വയർ മെട്രിക്സിനെ കുറിച്ച് കുറച്ചൊരു കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. എന്തുവാ സ്ക്വയർ മെട്രിക്സ്? ഞാൻ പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. അതിന് പ്രത്യേകതയുണ്ട്. ടൈപ്സ് ഓഫ് മെട്രിക്സ് ഇവിടെ നിൽക്കിയിട്ട് ബാക്കി ഞാൻ പറയാം. ഇതിന് പറയാൻ ഇതിന്റെ പ്രത്യേകതയാണ്. എന്തുവാണ് സ്ക്വയർ മെട്രിക്സ്? എന്തുകൊണ്ട്? നമ്മൾ അടുത്ത ചാപ്റ്റർ മൊത്തം പഠിക്കും എന്തിനെ കുറിച്ചാ? സ്ക്വയർ മെട്രിക്സിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിച്ചോണേ. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണ്. അങ്ങനെ പറയുമ്പോൾ ഞാൻ 2/2 മെട്രിക്സ് പറയുകയാണേ. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 3 5 6. 2/2 മെട്രിക്സ് പറയാണ്. വേറെ മെട്രിക്സ് 3/3 പറയാണ്. ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 -1 0 3 -2 5 5 -7 6 ഉണ്ടോ? 3/3. ഈ ഷേപ്പ് കാണുമ്പോൾ അറിയാം കേട്ടോ, സ്ക്വയർ ആണ്. നമ്മുടെ റോസ് ഈക്വൽ ടു നമ്പർ. ഇത് രണ്ടും നമുക്ക് സ്ക്വയർ മെട്രിക്സ് പഠിക്കാം. 1/1 ഉണ്ട്. അതാണ്ട് ഇങ്ങനെ സി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 5 കണ്ടോ? റോയും യെസ് നോക്കിയേ ശ്രദ്ധിച്ച്. എ ഈസ് ഈക്വൽ ടു സ്ക്വയർ മെട്രിക്സ് ആണേ. നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. എന്നിട്ട് അവിടെ നിന്നിട്ട് ശ്രദ്ധിക്കുക, ഇതാണ്ട് ഇതിനകത്ത് ഈ ലൊക്കേഷൻ A11 അല്ലേ, ഇത് A12 അല്ലേ, ഇത് A21, ഇതെന്തുവാണ് A22. ഇത്രയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ഇതിന് പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് പ്രത്യേകത ഡയഗണൽ എലമെന്റ്സ്. ഏതാണ്? പേരെന്തുവാണ്? ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയും. അതാരൊക്കെയെന്ന് പറയാവോ? ഒരു മെട്രിക്സിനകത്ത്, ഒരു സ്ക്വയർ മെട്രിക്സിനകത്ത് ഐയും ജെയും ഈക്വൽ ആവുന്ന എലമെന്റ്സ് ആരൊക്കെയാണോ ദാറ്റ് ഈസ് കോൾഡ് ഡയഗണൽ എലമെന്റ്സ്. അതാരൊക്കെയാന്ന് പറയാവോ? A11 വരാം. ഇതും ഡയഗണലാണ്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും മെട്രിക്സ് എടുക്കുന്നത് മെയിൻ ഡയഗണൽ ഇതാണ്. ഐയും ജെയും ഈക്വൽ ആവുന്ന ആരൊക്കെയാണോ ദാറ്റ് ഈസ് കോൾഡ് ഡയഗണൽ എലമെന്റ്സ്. ഇത് ആർക്ക് മാത്രമുള്ള പ്രത്യേകതയാ? മെട്രിക്സിന് മാത്രമുള്ള പ്രത്യേകതയാണ്. ഏത് മെട്രിക്സിന്? സ്ക്വയർ മെട്രിക്സിന്. ഒരു സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഏത് എലമെന്റ്സ് കാണത്തുള്ളൂ? ഡയഗണൽ എലമെന്റ്സ് കാണത്തുള്ളൂ. ആരാണ് ഈ ഡയഗണൽ എലമെന്റ്സ്? ഒരു സ്ക്വയർ മെട്രിക്സിനകത്ത് ഐയും ജെയും ഈക്വൽ ആവുന്ന എലമെന്റ്സ് ആരാണോ ദാറ്റ് ആർ കോൾഡ് എന്തുവാണ്? ഡയഗണൽ എലമെന്റ്സ്. ഇവിടെ ഡയഗണൽ എലമെന്റ്സ് ആരൊക്കെയാണെന്ന് അറിയാവോ? 1 വരും, 6 വരും. അപ്പോൾ ഇതാണ് ഡയഗണൽ എലമെന്റ്സ്, 1ഉം 6ഉം. ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയും. വാട്ട് ഡു മീൻ ബൈ ട്രേസ്? ഇത്രയേ ഉള്ളൂ. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സം ആണ് എന്തുവാണ്? ട്രേസ് ഓഫ് എ മെട്രിക്സ്. നമ്മൾ ഷോർട്ട് ഫോം എങ്ങനെ പറയും?
ടി ആർ ഓഫ് എ എന്ന് പറയും. ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അറിയാവോ, സം ഓഫ് ദി ഡയഗണൽ. പിന്നെ സ്ക്വയർ മെട്രിക്സ് പറയണ്ട, ഡയഗണൽ ഉള്ള ആർക്ക് മാത്രമാ, സ്ക്വയർ മെട്രിക്സിനാണ്. അപ്പം ജസ്റ്റ് ഓർത്ത് പേര് ട്രേസ്. വാട്ട് യു മീൻ ബൈ ട്രേസ് ഓഫ് മെട്രിക്സ്? സം ഓഫ് ദി ഡയഗണൽസ്. സം ഓഫ് ദി ഡയഗണൽസ്. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് ആരെ മാത്രം പ്രത്യേകതയാ? സ്ക്വയർ മെട്രിക്സിന്റെ പ്രത്യേകതയാണ്. ആരാണ് ഡയഗണൽ മെട്രിക്സ്? സോറി, ഡയഗണൽ എലമെന്റ്സ് ആരാണ്? ഒരു സ്ക്വയർ മെട്രിക്സിനകത്ത് ഐയും ജെയും ഈക്വൽ ആവുന്ന എലമെന്റ്സ് ആരൊക്കെയാണോ അവരായിരിക്കും ആര്? ഡയഗണൽ എലമെന്റ്സ്. ഓർത്ത് വെച്ച് വേണം. അപ്പോൾ ഞാനിത് പറഞ്ഞ ടൈപ്സ് ഓഫ് മെട്രിക്സ്, രണ്ടു പ്രോബ്ലം പറഞ്ഞു. പ്രോബ്ലം അല്ല, ഞാൻ വർക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രോബ്ലം തരാം. ഇത് ഓർത്ത് വെച്ചോണം. ടൈപ്സ് ഓഫ് മെട്രിക്സ് ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് സീറോ മെട്രിക്സ്, റോ മെട്രിക്സ്, കോളം മെട്രിക്സ്, റെക്ടാംഗിൾ സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത അതിന്റെ നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ അതിന് പ്രത്യേകതയുണ്ട്, ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. എന്താണ് ഡയഗണൽ എലമെന്റ്സ് ഒരു സ്ക്വയർ മെട്രിക്സിന്റെ? ഐയും ജെയും ഈക്വൽ ആവുന്ന എലമെന്റ്സ് ആരാണോ ദാറ്റ് ആർ കോൾഡ് ഡയഗണൽ. ഇന്നത്തെ ക്ലാസ് ഇത്ര നിൽക്കട്ടെ. ഞാൻ